ശിവ നീയും തമ്മില് എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? അത് ശിവ എന്നെക്കാളും 2 വയസ്സ് ഇളയതാണച്ചാ. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ? ഞാൻ വേറെന്തെങ്കിലും ആണെന്ന് ഓർത്ത് പേടിച്ചിരിക്കുന്നു. നൈസ് ഡാഡ്. സോറി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവ. ഞാൻ സംസാരിക്കുമ്പോൾ വിക്കിയ പറയാ, അതുകൊണ്ട് വിക്കി ശിവ എന്ന് വിളിക്കുക. സോറി. താങ്ക് യു. ഓക്കെ അല്ലേ? He's Ashwin. സാറല്ലേ പറഞ്ഞത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്? അപ്പൊ പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഇൻജുറീസ് ടു ഹെൽത്ത് എന്താണ് സാർ? ലവാടാ. നീ പ്രണയിച്ചിട്ടില്ല അല്ലേ? ഇല്ല സാർ. അമ്മ കാണിച്ചു തന്ന പെണ്ണ് കെട്ടിക്കോളാം സാർ. നിന്നെ ദൈവം രക്ഷിച്ചടാ. യു ആർ ലക്കി. പോ പോ പോ, എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുക. ആരത്? പൊക്കിയെടുക്കട്ടെ. ഹലോ, മേക്കപ്പ് മാനോ? ലൂസ് പെണ്ണ്, ലൂസ് പെണ്ണ്, ലൂസ് പെണ്ണ്. ഇല്ലൂസ് അശ്വിൻ നിന്റെ പുറകെ ലൂസായി ചുറ്റിയല്ലോ. പ്രേമം വളർത്തിയല്ലോ, പ്രേമം വളർത്തിയല്ലോ. നിന്നെ ഓർത്ത് എന്റെ ഉള്ളിൽ പ്രേമം വളർത്തിയടി. ഒരു വയസ്സായ ഒരാൾ പ്രണയിക്കുന്നത് എത്ര വലിയ കഷ്ടമാണെന്ന് അറിയോടാ. തലയിൽ വെള്ളമുടിയോടെ, മുഖത്ത് ചുളുക്കത്തോടെ, ആയുസ് ഇന്നാണോ നാളെയാണോ എന്ന് കണ്ണാടി നോക്കുമ്പോ വയസ്സായവന്റെ ജീവിതം കഴിഞ്ഞോന്ന് ആലോചിക്കുമ്പോ ദൈവാധാരം വെച്ചതുപോലെ ഒരു പെണ്ണിനെ അയച്ചടാ. അവൾക്ക് ഡൗട്ട് വരാത്ത രീതിയിൽ അവളുടെ ഫ്രണ്ടായിട്ടിരുന്ന് ആർക്കും അറിയാതെ എൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞാൻ അവളെ ഒരു സൈഡായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്നു. ഈ കാലത്തിലെ ആമ്പിള്ളേർക്ക് ഒരു പെണ്ണ് കിട്ടുക പറയുന്നത് വളരെ വലിയ കഷ്ടമാണ്. ഇതിലും മുത്തശ്ശാന്ന് വിളിക്കുന്ന പെണ്ണിനെ ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നത് എത്ര വലിയ കഷ്ടമാണ്. അതും പറയിപ്പിച്ച് ഒരു കിസ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ലൈഫിൽ അവസാനായിട്ട് ഒരു ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തില് നടുവില് പെട്ടെന്ന് ലവറെന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കൻ കാണാൻ എന്നെ പോലെ തന്നെ ഉള്ളൊരു യൂത്ത് ആയിട്ട് വന്ന് നിൽക്കണോ? വയസ്സായ നിന്നെ മുത്തശ്ശ മുത്തശ്ശ എന്നല്ലേ വിളിക്കുക? മാത്രമല്ല അവൾക്ക് ചെറിയ പ്രായമാ. അവളുടെ പ്രായത്തിനൊത്ത പയ്യനല്ലേ അവള് നോക്കൂ. എത്രയോ എടുത്ത് പറഞ്ഞു, പക്ഷെ നീ കേട്ടില്ല. കേട്ടില്ല, എന്റെ മനസ്സ് കേട്ടില്ല. അവനെ അടിക്കടാ, അടിക്കടാ അവനെ.
അയ്യോ നിർത്ത്. എന്തേ ഇവര് മറുകു വെച്ചാൽ നിനക്കും വെക്കണം, ഇവര് പൊട്ടു വെച്ചാൽ നിനക്കും പൊട്ടു വെക്കണം, ഇവര് രക്തം വന്നാൽ നിനക്കും രക്തം വരണം. ഇത് സാധാരണ മേക്കപ്പ് അല്ല, പ്രോസസിംഗ് മേക്കപ്പാ. എന്തിനാ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? ഒന്ന് പൊട്ടിച്ചാ പെട്ടെന്ന് ചത്തുപോലെ എന്തിനാ ടെൻഷൻ? അവൻ ചാവാൻ പാടില്ല. ചാവാതെ അവൻ ചത്ത കഥയുണ്ടാവില്ലല്ലോ. അവൻ ചത്താലേ അവൾക്ക് സിമ്പതി ക്രിയേറ്റ് ആവും. അപ്പൊ നീ എന്താ ചെയ്യാൻ പോന്നെ? പിരിക്കാൻ പോവുകയാണ്. ശരി, ഇവന് പിരിക്കും, വരുന്നവനൊക്കെ നീ പിരിക്കാൻ പോവാണോ? അതാണോ നിന്റെ ജോലി? ഇവനെന്നല്ല, ഞങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ആരാണെങ്കിലും അവൻ എത്ര വലിയ കൊമ്പനാണെങ്കിലും മുന്നും പിന്നും നോക്കാതെ പിരിച്ച് കളയൂടാ. നീ അങ്ങനെയുള്ള ആളൊന്നും അല്ലല്ലോ. വളരെ വളരെ സ്നേഹമുള്ളവനും വളരെ നല്ലവനുമാണ്. കറക്റ്റ് കറക്റ്റ്. അതെ, ഈ പടത്തിലെ പെണ്ണുങ്ങളെ ഒന്നും തൊടാതെ അഭിനയിക്കില്ലേ, ആ TR എന്ന് വിചാരിച്ചോടാ. അതേ പടത്തില് തൊട്ട് ചുണ്ടും കടിച്ച് ഇനി മുതലേ മുത്തശ്ശ മുത്തശ്ശ അശ്വിൻ മുത്തശ്ശനല്ലട, ഞാൻ വികസിതനാണ്. നമ്മുടെ നാട്ടിൽ ആരാടാ വീണ്ടും ഈ പാട്ട് വെച്ചത്? മുത്തശ്ശ, ഈ പ്രേമെന്ന് പറയുന്നത് ഒരു റോസാപ്പൂ പോലെയാ. അതിന്റെ മുള്ളു കുത്തി 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 രക്തം വന്നുകൊണ്ടേയായിരുന്നു ഇരുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങളൊക്കെ തൃഷ അല്ലെങ്കിൽ നയൻതാര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഈ വയസ്സിൽ എന്തിനാ മുത്തശ്ശന് ലവ്? വെയിറ്റ്, ഐ എം കമ്മിങ്. എന്താ മുത്തശ്ശ, ലവ് ഫെയിലർ ആണോ? മുത്തശ്ശനോടല്ല ഞാൻ ചോദിക്കുന്നത്, എന്തിനാ താഴോട്ട് നോക്കി നിൽക്കുന്നേ? പറയൂ മുത്തശ്ശ, എന്തിനാ കരയുന്നേ? അതേടാ, ലവ് ഫെയിലിയർ തന്നെയാ. എന്തേ? നിന്നെ പോലെ ചെറിയ പിള്ളേർക്ക് മാത്രമേ പ്രണയിക്കാൻ പറ്റുള്ളൂ. എന്നെ പോലെ വയസ്സായവർക്ക് പ്രണയിക്കാൻ പറ്റില്ലടാ. ഞങ്ങൾക്ക് ലവ് ഫെയിലർ ആയിക്കൂടടാ. നീ ഒരു കാര്യം പറഞ്ഞില്ലേ, പ്രേമം റോസാപ്പൂ കുത്തി കുത്തി ദേഹത്ത് മൊത്തം ചോരയാണെന്ന്. എന്നെ പറ്റിച്ചു കളഞ്ഞടാ. അത് ശരി, എന്നെ പോലുള്ള ചെറിയ കുട്ടികളെ പറ്റിച്ചാലും ശരി, നിങ്ങൾക്കെങ്കിലും പറ്റിക്കപ്പെടാതിരുന്നൂടെ മുത്തശ്ശ? കറക്റ്റ്. ഒരു കിളവനെന്നതേ ദേഹത്ത് കാണാൻ പറ്റും, പക്ഷെ മനസ്സിന് അറിയില്ലല്ലോടാ. ചെറിയ പയ്യൻ പറയുന്നു, കേൾക്കുന്നുണ്ടോടാ? മണ്ടൻ, കേൾക്കുന്നില്ലല്ലോടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എന്തിനാ മുത്തശ്ശ ഇങ്ങനെ കരയുന്നത്? അതൊക്കെ വിട്ടേക്ക്. നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ലേഡീസ് ഓൾവേസ് ചീറ്റിങ്. അതൊക്കെ പോട്ടെ. എന്തു പറ്റി മുത്തശ്ശ? അല്ല, ഞാനെന്തിനാ ഇപ്പൊ കരയുന്നേ? വഞ്ചിച്ചത് അവളല്ലേ, ഞാൻ അവളെ കരയിപ്പിക്കും. ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞാൻ അവളെ കഷ്ടപ്പെടുത്തും. ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എല്ലാത്തിനും വിഷമിക്കേണ്ടത് അവളല്ലേ. ഞാൻ എന്തിനാ കരയുന്നേ? ഞാൻ അവളെ ദിവസവും കരയിപ്പിക്കും. അവള് വിഷമിക്കണം, കരയണം, വെപ്രാളപ്പെടണം, എന്നിട്ട് അവള് ഫീൽ ചെയ്യണം. അത് ഞാൻ ചെയ്യും. മുത്തശ്ശ, നിങ്ങളെ വിഷമിക്കുന്നു വിചാരിച്ചപ്പോ വിഷമിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ കാലത്തിലെ നല്ലവന്മാർക്ക് ഒരു രക്ഷയുമില്ല. എന്താന്നറിയോ? കലിയുഗം. എല്ലാം മുത്തിപ്പോയി കിടക്കുകയാണ്. അതെ, ഉള്ളിൽ കിടന്ന മൃഗമല്ല മൃഗം. അവനെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു.
ഇപ്പൊ ഞാൻ ഇറക്കാൻ പോവാണ്. കാരണം ഇന്ന് ചീത്തവര് മാത്രം മതിയെന്ന് അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മുത്തശ്ശ. നമ്മൾ നല്ലവനായി ലവ് ചെയ്ത നമുക്ക് ഭ്രാന്താണെന്ന് പറയാം. പ്രേമിക്കുന്ന എല്ലാവരും ഭ്രാന്തന്മാര് തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല, ആ കാലത്ത് തന്നെ പറഞ്ഞതാണ്. എന്താ പറഞ്ഞെന്നറിയോ നിനക്ക്? എന്താ? കൊടും കൊടിയ വിഷത്തെയും വിശ്വസിക്കാം, കൊടും കാറ്റായാലും അതിനെയും വിശ്വസിക്കാം, മതം പിടിച്ച ആനയും വിശ്വസിക്കാം, കൊല്ലാൻ പാഞ്ഞു വരുന്ന പുലിയെയും വിശ്വസിക്കാം, കാലനയിക്കുന്ന ദൂതനെയും വിശ്വസിക്കാം, കള്ളൻ ദുഷ്ടൻ ക്രൂരനെയും വിശ്വസിക്കാം, സുന്ദരിയായ വനിതയെ വിശ്വസിച്ചാൽ തെരുവിൽ നിന്ന് തേങ്ങി കരയേണ്ടി വരും. പ്രേമിക്കുന്നവരെല്ലാം ഭ്രാന്തന്മാര് തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞില്ല, ആ കാലത്ത് ഏതോ അർത്ഥം പറഞ്ഞതാ. അവന്റെ പേരിൽ കേസ് ഇടാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴൊരു ആദ്യത്തെ പകുതി രണ്ടാമത്തെ പകുതി നിന്നുണ്ടാകും. അതേപോലെ ഒരു പടത്തില് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നിന്നുണ്ടാകും. ഇതുവരെയ്ക്കും ഒരു ഡയമെൻഷൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, മറ്റൊരു ഡയമെൻഷൻ കണ്ടില്ലല്ലോ. ഫസ്റ്റ് പാർട്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ സെക്കൻഡ് പാർട്ടിന്റെ കാര്യം